السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രോഗ്രാം തത്സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ സമയം ചെലവഴിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ആദർശ സമ്മേളനത്തിൽ രണ്ടാമത്തെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനം, ചരിത്രവും ദൗത്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ചരിത്രം ഒരു ഗുരുനാഥനാണ്. ചരിത്ര പാഠം നൽകുന്നതാണ്. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പാഠം, ചരിത്രത്തിൽ നിന്ന് ആളുകൾ പാഠം പഠിക്കുന്നില്ല എന്നതു തന്നെയാണ്. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പാഠമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആശയം അതാണ്. കഴിഞ്ഞുപോയ ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും അതിന്റെ തറയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നതിൽ മനുഷ്യ സമൂഹം പലപ്പോഴും പരാജയപ്പെടുന്നു എന്നതാണ് മുന്നോട്ടുള്ള ഗമനത്തിൽ പലപ്പോഴും അടിപതറാനുള്ള കാരണങ്ങൾ. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്രം അതിന്റെ കൂടെയുണ്ട്. ആ ചരിത്രത്തെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തവർ മാത്രമല്ല, ആ ചരിത്രം രചിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് പോലും ആ ചരിത്രത്തിൽ നടന്ന പല സംഗതികളും വേണ്ട സമയത്ത് ഓർത്തെടുക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുന്നില്ല എന്നതാണ് ഇന്ന് ഇസ്ലാഹി കേരളത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുടെയും പിന്നിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു 3 ഘട്ടങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിന്റെ ഒന്നാമത്തെ ഘട്ടം പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട്
ഈ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയെ സമഗ്രമായി സമ്പൂർണമായി എങ്ങനെ ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്യാം എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉന്നതമായ ഒരു മാതൃകയാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആനും സുന്നത്തും സലഫുസ്സാലിഹീങ്ങളുടെ ആ ഫഹ്മ് അനുസരിച്ചുകൊണ്ട് അവരെങ്ങനെയാണോ അതിനെ ഉൾക്കൊള്ളുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നത് അതുപോലെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്നതിൽ കണിശത പാലിച്ച ഒരു കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടം. അതിന്റെ രൂപീകരണത്തിൽ ബഹുമാന്യനായ KM മൗലവി ഉൾപ്പെട്ടിട്ടുള്ള ആ യോഗത്തിന്റെ മിനുട്സ് ഇന്നും അൽമനാറിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ അൽമനാറിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകൃതമായ അതിന്റെ ഒന്നാമത്തെ യോഗത്തിന്റെ മിനുട്സ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടാണ് ഇതിൽ അംഗങ്ങളായി ചേരുന്ന ആളുകൾ മുന്നോട്ട് നീങ്ങേണ്ടത്. അതോടൊപ്പം സൂചിപ്പിച്ചു, ഖുർആനിനും സുന്നത്തിനും എതിരായി നേതൃത്വം പറയാത്തിടത്തോളം കാലം ആ നേതൃത്വത്തെയും അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൽ മുന്നോട്ട് പോകും എന്നാണ് ആ സത്യപ്രതിജ്ഞയുടെ ചുരുക്കമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, പ്രമാണത്തിനാണ് ഒന്നാം സ്ഥാനം, ആദർശത്തിനാണ് ഒന്നാം സ്ഥാനം. ആ ആദർശം പ്രബോധനം ചെയ്യുന്ന സംവിധാനമാകുന്ന സംഘടനയ്ക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. ആ ആദർശവും സംഘടനയും പ്രബോധനം ചെയ്യുന്നതിന് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത്. ഈ സ്ഥാപനവും സംഘടനയും നയിച്ച് മുന്നോട്ടു പോകുന്ന വ്യക്തികൾക്ക് നാലാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, ഇതിന്റെ രൂപീകൃത കാലഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചു വരുന്ന ഒരു നയമാണ്. സംഘടനയുടെയും സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും മുകളിൽ സ്ഥാപിക്കപ്പെട്ടത് നമ്മുടെ ആദർശം തന്നെയാണ്. ഖുർആനിനും സുന്നത്തിനും എതിരായ നിലപാടുകൾ സംഘടനക്കുണ്ടായാൽ, ഖുർആനിനും സുന്നത്തിനും എതിരായ നിലപാടുകളുമായി സ്ഥാപനങ്ങൾ മുന്നോട്ടു പോയാൽ, പ്രമാണങ്ങളിൽ അകന്നുകൊണ്ട് വ്യക്തികൾ മുന്നോട്ടു പോയാൽ അതിനെയൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന പാഠം പഠിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളക്കരയിൽ പ്രബോധനം ആരംഭിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ കാര്യമായി സമൂഹത്തെ പഠിപ്പിച്ച ഒരാശയം, ഒരു അളവുകോൽ സമൂഹത്തിന് കൊടുത്തു എന്നതാണ്. സത്യവും അസത്യവും അളക്കാനുള്ള ഒരു അളവുകോൽ. അളവുകോലുകളില്ലാത്ത, മാനദണ്ഡമില്ലാത്ത ഒരു സമൂഹമായിരുന്നു ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്നത്. ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് വിവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡം പലപ്പോഴും അവർ അന്ധമായി പിൻപറ്റുന്ന പണ്ഡിതന്മാരായിരുന്നു. ഏതെങ്കിലും ആളുകൾ എഴുതി വെച്ച പഴയ കിതാബുകളായിരുന്നു. കുപ്പിപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും മാലപ്പാട്ടുകളുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം ഖുർആൻ, ഒരു കാര്യം മതത്തിലുള്ളതാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ഇതൊന്നുമല്ല മാനദണ്ഡം. അതിന്റെ മാനദണ്ഡം ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനിനെയും സുന്നത്തിനെയും സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അഭിപ്രായത്തിനും കാലഘട്ടത്തിനും പരിസരത്തിനും ഇച്ഛക്കും ചാഞ്ഞും ചെരിഞ്ഞും അല്ല വിശദീകരിക്കേണ്ടത്. മറിച്ച് ആ ഖുർആനിനെയും സുന്നത്തിനെയും ആദ്യകാലത്തുള്ള സലഫുകൾ എങ്ങനെ ഉൾക്കൊണ്ടുവോ അതുപോലെയായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യതിയാനം വരികയില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത്. 72 വിഭാഗങ്ങളായി എനിക്ക് മുമ്പുള്ള സമുദായം പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ സമുദായം 73 അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അതിൽ ഒരു വിഭാഗം മാത്രമേ സത്യത്തിന്റെ കക്ഷി ഉണ്ടാവുകയുള്ളൂ. വഹിയ അൽ ജമാഅ, അത് അൽ ജമാഅയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് ആ സത്യത്തിന്റെ കക്ഷി? അവർ പൂർവീകരെ യഥാർത്ഥത്തിൽ പിൻപറ്റുന്നവരാണ്. ആരാണ് പൂർവഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, എന്റെ തലമുറയാണ് ഏറ്റവും ഖൈറായ തലമുറ.
സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്നവർ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്നു വന്നവർ, അഥവാ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. ഈ 3 തലമുറ, ഉത്തമ തലമുറ, ഉന്നതമായ തലമുറ, അവരാണ് പൂർവഗാമികൾ അഥവാ സലഫുകൾ. ആ സലഫുകൾ എങ്ങനെ ഖുർആനെയും സുന്നത്തിനെയും ആചരിച്ചുവോ അനുഷ്ഠിച്ചുവോ വിശദീകരിച്ചുവോ അതുപോലെ ഉൾക്കൊണ്ടാൽ വ്യതിയാനം വരികയില്ല എന്ന മാനദണ്ഡം ഈ മുസ്ലിം കേരളത്തെ പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ മാനദണ്ഡം കൈവിട്ടതാണ് യാഥാസ്ഥിക വിഭാഗത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അങ്ങനെ തുടങ്ങി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏതൊക്കെ വ്യതിയാന കക്ഷികളുണ്ടോ ഇവർക്കൊക്കെ തകരാറ് വരാനുണ്ടായ കാരണം ഈ സലഫിന്റെ മാർഗം. സലഫുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 തലമുറയാണ്. മാർഗം എന്നതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് മൻഹജ് എന്ന പ്രയോഗം. ആ മുൻഗാമികളുടെ മാർഗത്തിന് നമ്മൾ മൻഹജുസ് സലഫ് എന്ന് പറയുന്നു. അതൊരിക്കലും ഒരു പ്രമാണമല്ല, അതൊരു മദ്ഹബല്ല, അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു രീതിശാസ്ത്രം മാത്രമാണ്, ഒരു മെത്തഡോളജി മാത്രമാണ്. അതൊരു പ്രമാണമായി നമ്മൾ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ല. പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മാനദണ്ഡമായി കൊണ്ടാണ്. ഈ മാനദണ്ഡം കൈവിട്ടതാണ് യാഥാസ്ഥിക വിഭാഗത്തിന് ശിർക്കിന് ഖുർആൻ ആയത്തോതാൻ തെളിവുണ്ടാകാൻ അവർ ധൈര്യം കാണിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ മതരാഷ്ട്രവാദത്തിന് തെളിവ് കണ്ടെത്താൻ ജമാഅത്തെ ഇസ്ലാമി അതിനുവേണ്ടി ശ്രമിച്ചതും ഈ മാനദണ്ഡം ഒഴിച്ചുവെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫളായിലെ കിതാബുകളെ അന്ധമായി പിൻപറ്റിക്കൊണ്ട് സമൂഹത്തെ നയിക്കാൻ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ മുന്നോട്ട് വരാനും അവർക്ക് കാരണമായത് ഈ മൻഹജു സലഫ് മാറ്റിവെച്ചതാണ്. ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഖുർആനിന്റെ മേലിൽ ആരോപണം ഉന്നയിക്കാൻ ഖാദിയാനികൾക്ക് ധൈര്യം വന്നതും ഈ മൻഹജു സലഫ് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ ഖുർആനിന് എതിരായ സ്വഹീഹായ ഹദീസുകൾ ഉണ്ട്, അത്തരം ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന പുതിയ നൂതനമായ വാദം കൊണ്ടുവരാൻ മടവൂർ വിഭാഗത്തിന് കാരണമായതും മൻഹജു സലഫ് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ ഇവരെല്ലാം ഏതൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാകാനുണ്ടോ അവർക്കെല്ലാം തന്നെ ഇവരുടെ കാര്യമായ അബദ്ധം സംഭവിച്ചത് ഈ സലഫിയത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ അളവുകോൽ സമുദായത്തിന് കൊടുത്തു എന്നതാണ് ഇതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ആ സ്വഹാബത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ആ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും അഥവാ സ്വഹാബത്ത്, വല്ലദീന തബഊഹും പിന്നീട് അവരെ പിൻപറ്റിയവർ അഥവാ താബിഈങ്ങൾ, ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അവർക്ക് ശാശ്വതമായ നിത്യവാസത്തിന്റെ ആ സ്വർഗം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദാലികൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിലൂടെ അവരെ തൃപ്തിപ്പെട്ട് ഈ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് അവർ ഉത്തമ തലമുറയാണ്, അവരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. മാ അന അലൈഹി അൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു പാതയിൽ ഉറച്ചു നിന്നുവോ അതേ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് വ്യതിയാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അവരാണ് ത്വായിഫത്തും മൻസൂറ, അവരാണ് ഫിർഖത്തുൻ നാജിയ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പണ്ഡിതന്മാർ ഇവരെ കുറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഈ കക്ഷി ഇതാണ്, ഈ സത്യത്തിന്റെ കക്ഷിയാണ് മുജാഹിദ് പ്രസ്ഥാനം അഥവാ സലഫി പ്രസ്ഥാനം. ഇതിന്റെ പേരുകളിൽ നിന്ന് തന്നെ ഈ പ്രസ്ഥാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സലഫികൾ എന്ന് പേര് വിളിക്കുന്നത് ഈ മൻഹജു സലഫ് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ സമ്മേളനത്തിന്റെ നഗരിക്കും സലഫി നഗർ, സലഫി മസ്ജിദ്, സലഫി മദ്രസ എന്നൊക്കെ നമ്മൾ പേരിട്ട് വരാനുള്ള കാരണം. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും പുതിയതല്ല, പണ്ടേ ഉള്ളതാണ് എന്നത് വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിൽ പ്രമാണങ്ങളില്ലാത്ത കാര്യങ്ങൾ ഇതിലേക്ക് കടത്തിക്കൂട്ടിയപ്പോൾ കൃത്യമായി നമ്മൾ നേട്ടു, ഒരിക്കലും തന്നെ ഇത് ഇസ്ലാമിന്റെ പേരിൽ പറയാൻ പാടില്ല.
ഈ ഹദീസ് ളഈഫാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. ബിദ്അത്തുകൾ നരകത്തിലേക്ക് നയിക്കുന്നതാണ്, അതുകൊണ്ടും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു. ഒരു കാലത്ത് പ്രവാചകൻ കൊണ്ടുവന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും മതത്തിന്റെ പേരിൽ തുന്നിച്ചേർക്കുകയും പുതുതായി സൃഷ്ടിക്കുകയും അങ്ങനെ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ നശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ ഇങ്ങനെ ഒരു കാലം വരാനുണ്ട്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി, എന്റെ സുന്നത്തിനെ നശിപ്പിച്ചതിൽ നിന്ന് അതിനെ നന്നാക്കിയെടുക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. ആർജവം കാണിച്ച പ്രസ്ഥാനം. ഇതിന്റെ പേരിൽ അനവധി വിമർശനങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് രണ്ട് വിമർശനങ്ങളാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം കടത്തിക്കൂട്ടിയവരാണ്. 23 റക്അത്തുള്ള ആ തറാവീഹ് നമസ്കാരത്തെ 11ലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നവരാണ്. കുനൂത്ത് കട്ട് ചെയ്തവരാണ്. കൂട്ടുപ്രാർത്ഥന ഒഴിവാക്കിയവരാണ്. ദിക്റില്ലാത്തവരാണ്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പലതും മതത്തിലുള്ളത് ഇല്ലെന്ന് പറഞ്ഞവരാണ്. എന്താ ഇങ്ങനെ ആരോപണം പറയാനുണ്ടായ കാരണം? പ്രമാണത്തിൽ തെളിവില്ലാത്തത് സ്വീകരിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞു. കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവില്ല, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെ അവിടെ തെളിവുള്ളൂ. നമസ്കാര ശേഷം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെ തെളിവുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അതെടുക്കും, മറ്റേതെടുക്കുകയില്ല. ബറാത്ത് നോമ്പിന് തെളിവില്ല, എന്നാൽ തിങ്കളാഴ്ച നോമ്പിനും വ്യാഴാഴ്ച നോമ്പിനും തെളിവുണ്ട്, അത് ഞങ്ങൾ സ്വീകരിക്കും. അറഫ നോമ്പിന് തെളിവുണ്ട്, അത് സ്വീകരിക്കും. മിഅ്റാജ് നോമ്പ് ഞങ്ങൾ സ്വീകരിക്കുകയില്ല. ഇല്ലാത്തത് ഇല്ലെന്ന് പറയും, ഉള്ളത് ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ 23-ന് തെളിവില്ല, 11-ന് തെളിവുണ്ട്, 11 ഞങ്ങൾ എടുക്കും, അതിന് അമിതമായത് ഞങ്ങൾ ഒഴിവാക്കും. കുനൂത്ത് ബിദ്അത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ചെയ്യുകയില്ല. ഇങ്ങനെ ഇല്ലാത്തത് ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ഏൽക്കേണ്ടി വന്ന ആരോപണം എന്താണ്? മതത്തെ വെട്ടിച്ചുരുക്കിയവർ, പുത്തൻവാദം കൊണ്ടുവന്നവർ എന്നാണ് ഒരു ഭാഗത്ത് വിമർശിക്കുന്നത്. എന്നാൽ ഇതേ മാനദണ്ഡം തന്നെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അടുത്ത കാലത്തായി മറുഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം മതത്തെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവർ, നവയാഥാസ്ഥികത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവർ എന്നാണ്. എന്തേ കാരണം? ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ഭാഗത്ത് നിന്ന് ഇത് അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ആവർത്തിക്കുമ്പോൾ, ഉള്ളത് ഉണ്ട് ഇല്ലാത്തത് ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മറുഭാഗത്ത് ഇതാ നിങ്ങൾ പലതും ഇസ്ലാമിൽ നിന്ന് വെട്ടിക്കുറച്ചു എന്ന് പറയുന്നു. ഇത് രണ്ടും കേൾക്കുന്ന സമൂഹം മനസ്സിലാക്കി പ്രമാണത്തിലുള്ളതാണ് മുജാഹിദുകൾ പറയുന്നത്, ഈ രണ്ടും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു പ്രത്യാരോപണങ്ങളാണ് രണ്ട് ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു തകരാറും അവിടെ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേര് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഹഖാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, ആ സത്യം തന്റെ കഴിവനുസരിച്ച്, തന്റെ സ്വാധീനമനുസരിച്ച് അത് ഉറക്കെ വിളിച്ചു പറയുമെന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അത് മുഖം നോക്കാതെ പറയും, സ്ഥലം നോക്കാതെ പറയും. അത് പറയുക എന്നത് അവരുടെ ബാധ്യതയെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ജിഹാദ്, ആ ധർമ്മസമരത്തിൽ പതറാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് മുജാഹിദുകൾ എന്ന് പേര് വരാനുള്ള കാരണം. സലഫികൾ എന്ന പേരിന്റെ പിന്നിലും, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിന്റെ പിന്നിലും, മുജാഹിദുകൾ എന്ന പേരിന്റെ പിന്നിലും ഒരാശയം പ്രോജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വെറുതെയിട്ട പേരുകളല്ല അതൊന്നും തന്നെ. അതാണ് ഇതിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ പേരുകൾ സ്വീകരിച്ചതിൽ വരെ അതിന്റെ ആദർശം പ്രകടമായി പ്രോജ്വലമായി തിളങ്ങി നിൽക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, ഇതാണ് ഇതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്കറിയാൻ പറ്റും. ഒന്നാമത്തെ പണ്ഡിതൻ KM മൗലവി തന്നെയാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മുഹമ്മദ് അമാനി മൗലവിയെ പോലെ, ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെ, KP മുഹമ്മദ് മൗലവിയെ പോലെ, അതുപോലെയുള്ള മഹാപണ്ഡിതന്മാർ
ഈ ഒരു ലൈനിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ആദ്യ കാലഘട്ടത്തിൽ നയിച്ചിട്ടുള്ളത് എന്നതിന് അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ എഴുത്തുകളും ആധികാരികമായി അവർ ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ വിഷയങ്ങൾ. ഇന്ന് കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ കയറി ചെന്നാൽ അലമാരകളിൽ, എല്ലാ വിഭാഗത്തിന്റെ അലമാരകളിലും കാണുന്ന ഖുർആൻ പരിഭാഷയാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. ആ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എഴുതപ്പെടാൻ തന്നെ കാരണം ഒരു അഖ്ലാനി ചിന്തക്ക് അനുസരിച്ചുകൊണ്ട് ഖുർആനിനെ വിശദീകരിക്കുന്ന ചില മലയാള പരിഭാഷകൾ കേരളത്തിൽ വന്നപ്പോഴാണ് അമാനി മൗലവി പേന കയ്യിലെടുക്കുകയും അതിന് മറുപടി എന്നോണം തന്നെയാണ് ആ പരിഭാഷ എഴുതാൻ ആരംഭിക്കുകയും ചെയ്തത്. അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതാൻ ആരംഭിച്ചത് സൂറത്തുൽ ഫാത്തിഹ മുതലല്ല. അമാനി മൗലവി എഴുതാൻ ആരംഭിച്ചത് സൂറത്തുൽ കഹ്ഫ് മുതലാണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് മുതൽ ആരംഭിക്കാനുണ്ടായ കാരണം? സൂറത്തുൽ കഹ്ഫ് വിശദീകരിച്ചുകൊണ്ടാണ് CN മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ നൂതനമായ ചില വാദങ്ങൾ, അവരുടെ ബുദ്ധിക്കിണങ്ങാത്ത ചില വാദങ്ങൾ എഴുതിക്കൊണ്ടുള്ള പരിഭാഷകളുമായി രംഗത്തു വന്നത്. ആ പരിഭാഷ കണ്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് ഇത് സലഫിന്റെ മാർഗത്തിൽ നിന്ന് കൈവിട്ടു പോകുന്ന പരിഭാഷകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമാനി മൗലവി പേന കയ്യിലെടുത്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് മുതൽ തന്നെ അതിന്റെ തിരുത്തുകൾ ആരംഭിച്ചത്. അങ്ങനെയാണ് 4 വാള്യങ്ങളായി പിന്നീട് ദീർഘകാലത്തെ അധ്വാനത്തിന് ശേഷം പുറത്തിറങ്ങുന്നത്. ആ അമാനി മൗലവിയുടെ തഫ്സീറുകളിൽ, അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന ആ പുസ്തകങ്ങളിൽ, അതുപോലെ KM മൗലവിയുടെ ഫത്വകളിൽ, ഇതിലൊക്കെ അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ നിരവധി ലേഖനങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, KPയുടെ പുസ്തകങ്ങളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രമാണബദ്ധമായ ആശയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ തത്വങ്ങളെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ പഠിക്കേണ്ടതിന് ആ ചരിത്രം നമ്മുടെ വീടുകളിൽ നമ്മുടെ പഴയ സുവനീറുകൾ ഉണ്ടാവാം, പഴയ പുസ്തകങ്ങൾ ഉണ്ടാകാം, പഴയ CD ഉണ്ടാകാം. അതൊന്ന് കേട്ട് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ നയിച്ചിരുന്നത് എന്ന് നാം കൃത്യമായി തന്നെ തൗഹീദിന്റെ വിഷയത്തിലും സുന്നത്തിന്റെ കാര്യത്തിലും പ്രമാണത്തിനോടുള്ള സമീപനത്തിന്റെ വിഷയത്തിലുമൊക്കെ ഉണ്ടായിരുന്ന നിലപാടുകൾ എന്താണെന്ന് ഈ സന്ദർഭത്തിൽ ആ ചരിത്രത്തിന്റെ ആ ഘട്ടം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ എന്തുണ്ടായി? നല്ല കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ ഈ രംഗത്ത് നിലവിൽ വന്നു. ഒന്ന്, പ്രമാണത്തെ സംബന്ധിച്ച് അത് ബുദ്ധിക്കനുസരിച്ചല്ല, അത് സ്വഹാബത്തിന്റെ മാർഗം അവലംബിച്ച് സ്വീകരിക്കണമെന്ന കൃത്യമായ ധാരണ വന്നു. അതോടൊപ്പം തന്നെ മാറണം. എങ്ങനെ മാറണം? പ്രമാണത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമുക്കനുസരിച്ച് പ്രമാണത്തെ ഇങ്ങോട്ട് മാറ്റുകയല്ല വേണ്ടത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ കാഴ്ചപ്പാടാണ്, ഒരു വലിയ ആശയമാണ്. ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? യാഥാസ്ഥിക വിഭാഗം എന്ന പേരെന്നെ വരാനുള്ള കാരണം എന്താ? യഥാസ്ഥിതി തുടരുന്നവർ എന്ന അർത്ഥത്തിലാണ്. ഒരർത്ഥം, വേറെയും പല അർത്ഥങ്ങളും ഉണ്ടാകാം. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് ആയത്തുകൾ ധാരധാരയായി ഓതിക്കൊടുത്താലും സ്കോഡ് വർക്കിനൊക്കെ പോകുന്ന സമയത്ത് അതെല്ലാം അവർ കേൾക്കും. കേട്ട ശേഷം അവസാനം യാഥാസ്ഥിക വിഭാഗത്തിലെ ആളുകൾ പറയുന്നൊരു വർത്താനുണ്ട്. എന്താ പറയാ? നിങ്ങൾ ഓതിയത് ആയത്തൊരു പക്ഷേ ശരിയായിരിക്കാം, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഒരു പക്ഷേ സത്യമായിരിക്കാം, തെളിവുകൾ നിങ്ങൾ പറയുന്നത് തന്നെയായിരിക്കാം ശരി, പക്ഷേ ഞങ്ങളുടെ വാപ്പ, കാരണവന്മാര്, ഉപ്പ, ഉമ്മ ഇവരൊക്കെ ഈ ആണ്ടും അടിയന്തരവും നേർച്ചയും വഴിപാടുകളും കുത്തുബിയത്തും റാത്തീബും അദ്ദാദും ഒക്കെ നടത്തിയിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്ത് പോട്ടെ, അതുകൊണ്ട് അത് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുള്ളൂ എന്നാണ് അവർ പറയാ. അഥവാ തെളിവ് കിട്ടിയാലും തെളിവിനപ്പുറം, തെളിവിനനുസരിച്ച് മാറാതെ യഥാസ്ഥിതിയിൽ തന്നെ തുടർന്നു പോകുന്നവർ. അതുകൊണ്ടാണ് അവർക്ക് യാഥാസ്ഥിക വിഭാഗം എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഇത് പൊളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രമാണത്തിനനുസരിച്ച് ജീവിതത്തെ മാറ്റുന്നവർക്കാണ് സ്വർഗം. അന്ധമായി പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല, മദ്ഹബുകളെ അന്ധമായി സ്വീകരിക്കാൻ പാടില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്താണ്? മദ്ഹബിന്റെ ഇമാമിങ്ങളെല്ലാം ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഞങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് ഞങ്ങളുടെ പക്ഷം, ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വലിച്ചെറിയണം എന്നാണ്.
ഈ അടിസ്ഥാനത്തിൽ 4 മദ്ഹബിനെയും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് മുജാഹിദുകൾ. പ്രമാണത്തിനനുസരിച്ച് ആര് പറഞ്ഞാലും സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുക എന്ന രീതിയാണ് നമ്മൾ ഇത്രയും കാലം സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇന്നതാണ് അതിന്റെ കാര്യം എന്ന് സമൂഹത്തിനോട് പറയുമ്പോൾ പല ആളുകളും പറയുന്നത്, ഞങ്ങൾ ഇത്ര കാലം കേട്ടത്, ഞങ്ങൾ ഇത്ര കാലം കണ്ടത്, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കേൾക്കുകയില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ മാറുകയില്ല എന്ന ഒരു നയമാണ് പലപ്പോഴും അപ്രഖ്യാപിതമായി സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനാണ് യാഥാസ്ഥികത എന്ന് ശരിക്കും പറയാം. അതാണ് യഥാർത്ഥത്തിൽ നവയാഥാസ്ഥികത്വം എന്ന് പറയുന്നത്, ആ മാറാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ആ ആദ്യ കാലഘട്ടത്തിൽ ശരിയായ ഈ ഒരു തത്വം ഇതിനെ അന്ധമായി പിൻപറ്റുകയല്ല, തെളിവിനനുസരിച്ച് കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന ഒരു ആശയെ, വിജ്ഞാനം നേടാനുള്ള ഒരു ആഗ്രഹം സമൂഹത്തിൽ ജനിപ്പിച്ചു. തട്ടിനു മുകളിൽ പട്ടിൽ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ചിരുന്ന ഖുർആനിനെ ആദരവോടുകൂടി തൊടാതിരിക്കുകയായിരുന്നു സമൂഹം. എന്നാൽ അതിനെ തൊടാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഖുർആൻ ക്ലാസുകൾ വെക്കാൻ തുടങ്ങി, ഹദീസ് ക്ലാസുകൾ വെക്കാൻ തുടങ്ങി, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ ഉണ്ടാക്കി. അങ്ങനെ പഠനത്തെ ജനകീയവൽക്കരിച്ചു. ഖുർആൻ പരിഭാഷകളിലൂടെ, ക്ലാസുകളിലൂടെ അതിനെ ജനകീയവൽക്കരിക്കുന്ന ഒരവസ്ഥ കൊണ്ടുവന്നു. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. യാഥാസ്ഥിക വിഭാഗത്തിന് പോലും പിന്നെ അവരുടെ ആശയം പറയാൻ ഇനി ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാതെ ജനം അംഗീകരിക്കില്ല എന്നുള്ളൊരവസ്ഥ വരെ അവർക്ക് വരാൻ കാരണം പ്രമാണത്തിനാണ് പിൻബലമുള്ളത്, ആധികാരികതയുള്ളത് എന്ന് നമ്മൾ പഠിപ്പിച്ചത് കൊണ്ടാണ്. വിജ്ഞാനം സാർവത്രികമായി, അതുപോലെ ജീവിതത്തിൽ സുന്നത്തുകൾ വ്യാപകമായി കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ ആദ്യകാലത്തുണ്ടായതാണ്. പ്രവാചകൻ എന്തൊക്കെ പഠിപ്പിച്ച സുന്നത്തുണ്ടോ, സുന്നത്ത് നിലനിർത്തുകയും ബിദ്അത്ത് മാറ്റുകയുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആദ്യകാലം പഠിച്ച ഏവർക്കും അറിയാം. കൂട്ടുപ്രാർത്ഥനയെ വിമർശിച്ചപ്പോൾ ഒറ്റക്കുള്ള പ്രാർത്ഥനയും ദിക്റുകളും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. തൽക്കീനിനെ വിമർശിച്ചപ്പോൾ തസ്ബീത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. അതിനെ പണ്ഡിതന്മാരുണ്ടാക്കിയ ലഫ്ളുകൾ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇല്ലാത്തതിനെ വിമർശിച്ചപ്പോൾ ഉള്ള സുന്നത്ത് നോമ്പുകൾ നമ്മൾ സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെ ഏതൊരു കാര്യമായിരുന്നാലും ഇല്ലാത്തതിനെ വിമർശിക്കുമ്പോൾ ഉള്ളതിനെ സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചു പോന്നിട്ടുള്ളത്, തിരുത്തി പോന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൽ കണിശത പാലിച്ചു. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ ചുരുക്കി പറയാം, ആ കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി. ഇപ്പൊ ആളുകള് വലിയൊരു അധർമ്മമായി അല്ലെങ്കിൽ ഒരു തെറ്റായി കാണുന്നത് പലരുടെയും താടി നീണ്ടു എന്നതിനെയാണ്, അല്ലെങ്കിൽ വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ കയറി എന്നതിനെയാണ്. അതെന്തോ തീവ്രതയുടെ, അനുഷ്ഠാന തീവ്രതയുടെ അടയാളമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇതൊരിക്കലും തന്നെ ഈ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പ്രഭാഷകന്മാരും ചില വിദ്യാർത്ഥികളും യുവാക്കളും കൊണ്ടുവന്ന ഒരു സംസ്കാരമല്ല. മറിച്ച് ആദ്യകാലത്തുള്ള പണ്ഡിതന്മാരെ തന്നെ പരിശോധിച്ചാൽ അവരിങ്ങനെയായിരുന്നു എന്ന് പ്രമുഖരായ പണ്ഡിതന്മാരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. KM മൗലവിയുടെ ഫത്വയടങ്ങിയ ഒരു പുസ്തകം ഇപ്പോൾ വിപണിയിൽ വാങ്ങാൻ ലഭിക്കും. അതിന്റെ പുറംചട്ടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. ഈ നെഞ്ചോളം താഴ്ന്നു കിടക്കുന്ന താടി അതിൽ ദൃശ്യമാണ്. ഉമർ മൗലവിയുടെ താടി നമുക്ക് കാണാൻ കഴിയും. KP മുഹമ്മദ് മൗലവിയുടെ താടി നമ്മൾ കണ്ടവരാണ്, ഇല്ലേ? ഓരോ ആ കാലഘട്ടത്തിലുള്ള പല പണ്ഡിതന്മാരും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ താടി നീട്ടുക എന്നത് ആ കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. ശരിക്കും ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. അതുപോലെ തന്നെയാണ് വിജ്ഞാനം. ബഹുമാനായ KM മൗലവിയെ പറ്റി നമ്മുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു കേട്ട ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം 921 കാലഘട്ടത്തിൽ പോലീസുകാർ അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടീഷ് പോലീസുകാർ. ആ സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കാണാനില്ല. വൈകുന്നേരം വരെ പലയിടത്തും തെരഞ്ഞിട്ടൊരു വിവരമില്ല. അപ്പൊ ആരോ പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ പോയതാണ്. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അപ്പൊ പോസ്റ്റ് ഓഫീസിൽ എന്താ? പോസ്റ്റ് ഓഫീസിൽ അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് എവിടുന്നോ ഒരു അറബി ഗ്രന്ഥം വന്നിട്ടുണ്ട്. ആ ഗ്രന്ഥം കൈപ്പറ്റാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് പുസ്തകം വാങ്ങി അദ്ദേഹം അതിന്റെ റാപ്പർ പൊട്ടിച്ച് അവിടെ തന്നെ ഇരുന്നത് വായിച്ചു തുടങ്ങി. സമയം പോയത് അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ വൈകുന്നേരമായത് അദ്ദേഹം അറിഞ്ഞില്ല. ഇവരന്വേഷിച്ച് ചെന്നപ്പോൾ ആ പുസ്തകവും വായിച്ചിരിക്കുന്ന KM മൗലവിയെയാണ് കാണുന്നത് എന്നാണ്. ഇതാണ് ആ പണ്ഡിതന്മാരുടെ വിജ്ഞാനത്തോടുള്ള ഒരു ആഭിമുഖ്യം.
ഏതൊരു കാര്യവും വേഗം വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു ത്വര അത് ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നതിന്റെ ഒരു സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സംഗതികൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകതയായിട്ട് ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. KP മുഹമ്മദ് മൗലവിയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടം പറന്നു. എന്താണ് ആ ഘട്ടം? ആ ഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുവജന വിഭാഗം കൂടുതൽ പ്രവർത്തന രംഗത്ത് നിരതരാവുകയും അവർക്ക് പ്രത്യേകമായ ഓഫീസ് കണ്ടംകുളത്ത് സ്ഥാപിക്കപ്പെടുകയും പ്രസ്ഥാനത്തിന്റെ ജിഹ്വയായ ശബാബിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ സ്വാധീനം അവർക്കുണ്ടാവുകയും ഒരു പ്രസ്ഥാനത്തിന്റെ നയരൂപീകരണ രംഗത്ത് കാര്യമായി മാതൃസംഘടന ഇടപെടുന്നതിനു പകരം അവർ ഇടപെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഈ കാലഘട്ടം അഖ്ലാനിയത്തിലേക്കും ഒരു കേവല സാംസ്കാരിക നവോത്ഥാന സംഘടന എന്ന രൂപത്തിലേക്ക് രണ്ടാം ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ചരിത്രത്തെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഈ കാലഘട്ടങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെ വിപരീതമായ ഒറ്റപ്പെട്ട ആളുകൾ ഓരോ കാലഘട്ടത്തിനും ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുതയെ ഞാൻ നിരാകരിക്കുന്നില്ല. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ പരിഭാഷയും അതുപോലെ തന്നെയുള്ള പുസ്തകങ്ങളും ആധികാരികമായി സ്ഥാനങ്ങളിൽ ഇരുന്ന പണ്ഡിതന്മാരുടെയും നിലപാടുകൾ ശരിയായ സലഫി മൻഹജ് അനുസരിച്ചുകൊണ്ട് വിജ്ഞാനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമാനി മൗലവിയുടെ തഫ്സീറും KM മൗലവിയുടെ ഫത്വകളിൽ നിന്നുമൊക്കെ കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിലും ഒറ്റപ്പെട്ട അതിനെതിരായ ചില വാദങ്ങളുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാലത്തും അത് പ്രസ്ഥാനത്തിന്റെ നയങ്ങളായി നിലപാടുകളായി ഔദ്യോഗികമായി മാറിയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞതും ഈ കാലഘട്ടത്തിലും ശരിയായ നിലപാടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രണ്ടാം കാലഘട്ടത്തിൽ മേലൊപ്പ് ലഭിച്ചത്, അതിന് സ്വാധീനം ലഭിച്ചത് ഒരു അഖ്ലാനി കാഴ്ചപ്പാടുകൾക്കാണ്. പലതിനെയും ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രമാണത്തെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആ കാലഘട്ടത്തിൽ ഹദീസ് പണ്ഡിതനായി വന്നത് അബ്ദുസ്സലാം സുല്ലമിയാണ്. അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ എവിടെ വയലുണ്ടെങ്കിലും പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിലും 4 ദിവസത്തെ പ്രഭാഷണ പരിപാടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം സുന്നത്തും ബിദ്അത്തും എന്ന വിഷയം അവതരിപ്പിക്കാനുണ്ടാവുക അദ്ദേഹമാണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്യും സംഘാടകർ. നമ്മുടെ കൂട്ടത്തിൽ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തും. അങ്ങനെ ആ രംഗത്ത് സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആധികാരികമായി കൈകാര്യം ചെയ്യുന്ന രംഗത്ത് അദ്ദേഹമാണ് നിറഞ്ഞു നിന്നിരുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ദായിമാർക്ക് ലഭിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ് പല ഖതീബുമാരും പ്രബോധകന്മാരും ഉപയോഗിച്ചിരുന്നത്. മറ്റു അവലംബങ്ങൾ തീരെയില്ല എന്നല്ല, കുറവായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും എന്ത് ചെയ്തു? ആദ്യ കാലഘട്ടത്തിലുള്ള ശരിയായ പല നിലപാടുകളെയും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള സലാം സുല്ലമി പലതിനെയും തിരുത്താൻ ശ്രമിച്ചു, പലതിനെയും മാറ്റിവെക്കാൻ ശ്രമിച്ചു, പലതിനെയും ആലങ്കാരികമാണെന്ന് പറഞ്ഞ് മറച്ചുവെക്കാൻ ശ്രമിച്ചു. ചില ഹദീസുകൾക്ക് ഫൂട്ട് നോട്ടുകൾ കൊടുത്തുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ നമ്മൾ അംഗീകരിച്ചിരുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം തകിടം മറിക്കാനാണ് രണ്ടാം കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പെട്ടുപോയ കാര്യങ്ങളാണ് KM മൗലവിയുടെ ഫത്വയിൽ തന്നെ കൃത്യമായി പറഞ്ഞ വിഷയം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ്. ഈ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ തന്നെ KM മൗലവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു 5 വരിയുണ്ട്. ആ വരി വളരെ കൃത്യമാണ് ഈ വിഷയത്തിലുള്ള നിലപാടുകൾ. അദ്ദേഹത്തിന്റെ KM മൗലവിയുടെ ഫത്വയിലെ 18ാമത്തെ പേജിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ. എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ അഥവാ മാരണമോ പിശാചബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. ആ കാലഘട്ടത്തിൽ KM മൗലവി കൊടുത്ത ഫത്വയാണത്. ജിന്നുകൂടലും ഇറങ്ങലും അതൊരു വരുമാന മാർഗമായി കൊണ്ടു നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ഇതിനെപ്പറ്റി വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഒരിക്കലും KM മൗലവി
അതിനെയെല്ലാം പാടെ നിഷേധിക്കുകയല്ല ചെയ്തത്. അതിൽ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും ശിർക്കിനെയും ശിർക്കല്ലാത്തതിനെയും വേർതിരിച്ചുകൊണ്ട് കേരളത്തെ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ കാലഘട്ടത്തിൽ KM മൗലവി ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ ആയത്തുകളും അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും അതുപോലെയുള്ള കാര്യദിക്റുകളും ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് സമയത്ത്? മാരണമോ, അതാണ് സിഹർ, അല്ലെങ്കിൽ പിശാച്ച് ബാധയോ, വസുവാസ് മാത്രമല്ല ബാധയോ ഇതേറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഘട്ടം. അതിന്റെ അർത്ഥം എന്താ? ഉറപ്പ് വേണമെന്നില്ല. വിചാരിക്കപ്പെടുന്ന ഘട്ടത്തിലും ഇത്തരം സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന പദം മാത്രമല്ല, ചികിത്സിക്കാം, അതുകൊണ്ട് ദോഷമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ റുഖിയ ശർഇയ്യയെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ KM മൗലവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അന്ന് KM മൗലവി ശൈത്താൻ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പൈശാചികമായ ബാധ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അതിന് സ്വഹീഹായ, അതിന് മതത്തിൽ അനുവദിക്കപ്പെട്ട ചികിത്സയെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. അന്ന് നിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തിനെ മാത്രമാണ്? ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന തങ്ങന്മാരും ബീവിമാരും അതുപോലെ തന്നെ പണിക്കന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ നടത്തിയിരുന്ന തട്ടിപ്പുകൾ, ശിർക്കൻ മന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, അതിനെയാണ് എല്ലാവരും വിമർശിച്ചിട്ടുള്ളത്. ഉള്ളതുള്ളതെന്ന് പറഞ്ഞു, ഇല്ലാത്തത് ഇല്ല എന്നും പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ അന്ന് കാലത്ത് ചെയ്തിട്ടുള്ളത്. എന്നാൽ സലാം സുല്ലമിയുടെ രണ്ടാം കാലഘട്ടം പ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹം ഇതിനെയൊക്കെ സിഹറിനെ ഹക്കീക്കത്തില്ല എന്ന രീതിയിലും അതേപോലെ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം വിഴുങ്ങുകയോ അതല്ലെങ്കിൽ അതിനെ ആലങ്കാരികമെന്ന് പറയുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു സ്വഭാവം കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ ആ പ്രഭാഷണം കേട്ട, അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വെച്ച് പ്രസംഗിച്ച പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ അത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് മിമ്പറുകളിലൂടെ പറയാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ ഇതിലേക്ക് വരികയും ഇതിന്റെ കൂടെ നടക്കുകയും ചെയ്ത പല ആളുകളും ഇതൊന്നുമില്ല എന്നുള്ള ഒരു വിചാരം അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഉണ്ടായി എന്നതാണ് രണ്ടാം കാലഘട്ടത്തിൽ മതരംഗത്ത് സംഭവിച്ച ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ISM അന്നത്തെ യുവജന വിഭാഗം മതത്തെ ശരിയായ രൂപത്തിൽ പറയുന്നത് ഒരു കോംപ്ലക്സ് ആയി അവർ കണ്ടിരുന്നു, ഒരു അപകർഷതാബോധമായി കണ്ടിരുന്നുവെന്ന് ആ കാലഘട്ടത്തെ പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം. കാരണം കൗൺസിലുകളിലും അതുപോലെ തന്നെ ഖതീബുമാരുടെ ക്ലാസുകളിലുമൊക്കെ പണ്ഡിതന്മാർ നേതൃത്വം നൽകേണ്ട വൈജ്ഞാനിക സദസ്സുകൾ വരെ അന്ന് നേതൃത്വം കൊടുത്തിരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സുകുമാർ അഴീക്കോടിനെ പോലെ, സിവിക് ചന്ദ്രനെ പോലെ, NP ഹാഫിസ് മുഹമ്മദിനെ പോലെ, NP മുഹമ്മദിനെ പോലെയുള്ള സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളുമായ ആളുകൾ മർക്കസ് ദഅവയിൽ കൂടുതൽ കയറിയിറങ്ങുകയും അവിടുത്തെ ശമ്പളക്കാരായി പലപ്പോഴും പല ആളുകളും മാറുകയും അങ്ങനെ സാംസ്കാരിക ലോകവുമായി ബന്ധം സ്ഥാപിക്കാൻ, ഒരു പാലം കെട്ടാൻ എന്ന രീതിയിൽ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക പുറത്തിറക്കുകയും അത് അവസാനം വർത്തമാനം ദിനപത്രത്തിൽ വരെ എത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ വന്ന ലേഖനങ്ങളും കാര്യങ്ങളും ഒരിക്കലും ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പോഴും ഈ പേരുകൾ കേൾക്കുമ്പോൾ ആ ആളുകൾ വല്ലാതെ ബേജാറായിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിന്റെ തെളിവുകളായി കാണാൻ സാധിക്കും. അഥവാ ഈ ആളുകൾക്ക് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവമാണ് ആ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് വന്നത്. അഥവാ ഇതൊരു കേവല നവോത്ഥാന സംഘടനയാണ് എന്ന ഒരു തോന്നൽ ഈ ഇടക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, സലാം സുല്ലമിയും അതുപോലെ ചിന്തിക്കുന്ന അഖ്ലാനി മനസ്സുള്ള പണ്ഡിതന്മാരുടെയും ഇടപെടലുകൾ, തിരുത്തലുകൾ, പഴയ ചരിത്രത്തെ തിരുത്തലുകൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ ഒരു പ്രശ്നം ഈ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് ഒരു കേവല നവോത്ഥാന സംഘടന എന്ന രീതിയിലേക്ക്, അഥവാ പണ്ഡിതന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം സാംസ്കാരിക നായകന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന രണ്ടാമത്തെ ഒരു അവസ്ഥ. അതുപോലെ മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് ലഭിക്കുന്നത് പോലെയുള്ള വൈജ്ഞാനികമായ ഒരു വൈപുല്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് സലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതുന്ന പുസ്തകങ്ങൾ, അവർ പരിഭാഷപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ അതുപോലെ സ്വീകരിക്കാനും അതുപോലെ വായിക്കാനും മാത്രമേ സാധാരണക്കാർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം ഇബാറത്തുകൾ ഉദ്ധരിക്കുമ്പോൾ കുറെ ഡോട്ടിടും, എന്നിട്ടൊരു വാചകം ഉദ്ധരിക്കും, പിന്നെയും കുറെ ഡോട്ടിടും. ഈ ഡോട്ടിട്ട സ്ഥലത്ത് എന്താണ് പൂരിപ്പിക്കുന്നത് എന്ന് അറിയാൻ എല്ലാ സാധാരണക്കാർക്കും മാർഗമുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഉദ്ധരണി അതുപോലെ തന്നെ പറയാണ്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? മൂന്നാമത്തെ ഘട്ടം, അത് മൂന്നാമത്തെ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ 999 മുതൽ ശക്തി തുടങ്ങി 2002 ശക്തിയാർജിച്ച് പിന്നീടുള്ള ഒരു 10 വർഷം, ഈ 2011 വരെയുള്ള കാലഘട്ടം, കഴിഞ്ഞ ഒരു 10 വർഷം, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചറിവിന്റെ ഘട്ടമാണ്. തിരിച്ചറിവിന്റെ ഘട്ടമാണ്. അഥവാ ആദ്യകാലത്ത് KM മൗലവിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ എന്തൊരാദർശമാണോ കേരളത്തിൽ പ്രബോധനം ചെയ്തത്, അവരെങ്ങനെയാണോ പ്രമാണങ്ങളെ കണ്ടത്, അവരെങ്ങനെയാണോ സുന്നത്തുകളോട് ആഭിമുഖ്യം പുലർത്തിയത്, അവരെങ്ങനെയാണോ വിജ്ഞാനത്തിനെ സ്വീകരിച്ചത്, ആ രീതിയിലും ശൈലിയിലും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് വാദിച്ച കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത്. അഥവാ സലാം സുല്ലമിയെ തിരുത്തിയ കാലഘട്ടം, ആ കേവല നവോത്ഥാന സംഘടന എന്ന ആ ഒരു രീതിയെ തിരുത്തിക്കുറിച്ച കാലഘട്ടം, അതാണ് കഴിഞ്ഞ മടവൂർ വിഭാഗം ഇതിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ സാഹചര്യവും. അന്ന് ചർച്ച ചെയ്തപ്പോൾ ഒന്നാമത്തെ തീരുമാനമായി വന്നത് മൻഹജുസ്സലഫ് അംഗീകരിക്കണം എന്ന് തന്നെയാണ്. 18 തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തീരുമാനം മൻഹജുസ്സലഫ്, ഈ പ്രമാണം സ്വീകരിക്കുന്നതിൽ നമ്മൾ അംഗീകരിക്കണം. അതൊരു മദ്ഹബല്ല, അതൊരു പ്രമാണമല്ല, അതൊരു 5ാം പ്രമാണമല്ല, അത് ഗൾഫ് ഇറക്കുമതിയല്ല, അത് ഉൾക്കൊള്ളണം എന്ന് തീരുമാനിച്ചു. അതിന് സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ ഇതിൽ നിന്ന് 10 വർഷം മുമ്പ് പിരിഞ്ഞു പോയത്. അതിനുശേഷം നമ്മൾ ശരിയായ ആദ്യ കാലഘട്ടത്തേക്ക്, KM മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, KP മുഹമ്മദ് മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, മുഹമ്മദ് അമാനി മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, ഉമർ മൗലവിയുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു നടന്ന കാലഘട്ടം. ആ തിരിച്ചു നടത്തം യഥാർത്ഥത്തിൽ 1400 വർഷങ്ങൾക്ക് പിന്നിലേക്കുള്ള നടത്തമാണ്. 1400 വർഷത്തിന് പിന്നിലേക്കുള്ള നടത്തം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷം ചെയ്തത്. അതെ, ആളുകളുടെ താടി നീളാൻ തുടങ്ങി. KM മൗലവിയുടെ താടി പോലെ, ഉമർ മൗലവിയുടെ താടി പോലെ, KP മുഹമ്മദ് മൗലവിയുടെ താടി പോലെ. അതെ, ഉമർ മൗലവിയും അതുപോലെ തന്നെ KM മൗലവിയും വിജ്ഞാനത്തിനോട് കാണിച്ച ആ താല്പര്യം വിദ്യാർത്ഥി സമൂഹത്തിൽ, യുവാക്കളുടെ സമൂഹത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കടന്നു വരികയുണ്ടായി. ഖുർആൻ QLS എന്നുള്ളത് മാറ്റി ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന രീതിയിൽ ഖുർആനിനെയും ഹദീസിനെയും ഒരുപോലെ സമഞ്ജസമായി പഠിപ്പിച്ചാലേ അഖീദ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മതവിധികൾ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഖുർആനും ഹദീസും വ്യത്യാസങ്ങളുണ്ട്, പല കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഖുർആനിന്റെ ലഫ്ളുകൾ ഓതിയാൽ കൂലി കിട്ടും, അതിന് 10 മടങ്ങ് കൂലിയുണ്ട്. അത് മുഅ്ജിസത്താണ്, അള്ളാഹുവിന്റെ കലാമാണ്, ശരി. എന്നാൽ ഹദീസിന്റെ ലഫ്ളുകൾ വായിച്ചതിന് കൂലി പറഞ്ഞിട്ടില്ല, അത് മുഅ്ജിസത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഖുർആനും സുന്നത്തും തമ്മിൽ ഉണ്ടെങ്കിലും മതവിധി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഖുർആൻ 1 ഹദീസ് 2 എന്ന രീതിയില്ല, അതിന് ഒരേ പ്രാധാന്യം തന്നെയാണുള്ളത്. മതവിധി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഖുർആനിൽ നിന്ന് കിട്ടിയതും സ്വഹീഹായ ഹദീസിൽ നിന്ന് കിട്ടിയതും ഒരുപോലെ സ്വീകരിക്കണമെന്ന ആശയം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത്. അത് തന്നെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ആ ആദ്യ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചു നടത്തമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ഇന്ന് നവയാഥാസ്ഥികതയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്കായി ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ: KM മൗലവി അന്ധവിശ്വാസിയായിരുന്നുവോ? ഉമർ മൗലവി അന്ധവിശ്വാസിയായിരുന്നോ? അമാനി മൗലവി അന്ധവിശ്വാസിയായിരുന്നോ? ഇതിന്റെ ആദ്യകാലത്തുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും അന്ധവിശ്വാസികളായിരുന്നോ? ഇവരോരോരുത്തരും പറയണം. അവരുടെ പുസ്തകം അവർക്ക് ഇറക്കാം, ഫത്വകൾ ഇറക്കാം, പുസ്തകമാക്കാം, വിൽപ്പന നടത്താം, അതിന്റെ കാശ് വാങ്ങാം. പക്ഷേ അതിലുള്ളതൊരാൾ സ്വീകരിച്ചാൽ അവൻ തമ്മാടിയായി, അവൻ അധർമ്മകാരിയായി, അവൻ ശിർക്കിലേക്ക് പോയവനായി, അവൻ അന്ധവിശ്വാസിയായി, അവൻ നവയാഥാസ്ഥികവാദിയായി മുദ്ര കുത്തുന്ന വളരെ വിപരീതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 3 ഘട്ടത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഈ 3 ഘട്ടത്തെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു പഠനം ശരിയായി നടക്കേണ്ടതുണ്ട്. ഈ ശബ്ദം അകലെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, ബൈലക്സിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ മഹാസമ്മേളനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സമയമുള്ളവർ, വിവരമുള്ളവർ ഈ കാലഘട്ടങ്ങളെ പഠന വിധേയമാക്കുകയും
അതിന്റെ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തുകൊണ്ടുവരികയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ ഈ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായത് ശരിയായ ആ സലഫിയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇത് സഹിക്കാൻ കഴിയാത്ത ചില ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. മടവൂർ വിഭാഗം കഴിഞ്ഞ 10 വർഷം എന്താണോ നമ്മളെക്കുറിച്ച് ആരോപിച്ചിരുന്നത്, ആ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുത തന്നെയാണ് എന്ന് മനസ്സിന്റെ ഉള്ളിൽ വിചാരിക്കുകയും എന്നാൽ പുറത്തു പറയാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത പണ്ഡിതന്മാരിലും സാധാരണക്കാരിലും പെട്ട ഏതാനും കുറച്ചാളുകൾ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്തേ അവര് നിൽക്കാൻ കാരണം? പണ്ട് 2002 ഇത് പിളർന്ന സമയത്ത് ഇത് ഔദ്യോഗികത്തിന്റെ കൂടെ നിൽക്കലാണ് നല്ലത് എന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായും കേരളത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. രാഷ്ട്രീയ രംഗത്തും പല സംഘടനകളും പിളർന്നു പോകുന്ന സമയത്ത് ചില ആളുകൾ വേഗം ചിന്തിക്കാറുള്ളത് ഔദ്യോഗിക പക്ഷം എവിടെയാണോ അവിടെ നിൽക്കലാണ് എപ്പോഴും സേഫ് എന്ന് വിചാരിച്ചു വെച്ചവരുണ്ട്. അവരാരാ? അവർ പരലോകം ഉദ്ദേശിക്കുന്നവരല്ല, അവർ ആത്മാർത്ഥതയുള്ളവരല്ല, മറിച്ച് അവർ നിൽക്കുന്ന സ്ഥാനം പോകരുത്, ഉത്തരവാദിത്വം പോകരുത്, ഭാരവാഹിത്വം പോകരുത് എന്ന് മാത്രമേ, അങ്ങനെയുള്ള ശുഷ്കമായ ചിന്ത മാത്രമേ അവരടുക്കൽ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവർക്കും ഭൗതികം മനസ്സിലാകുന്നുണ്ട്, അഭൗതികം മനസ്സിലാകുന്നുണ്ട്, കാര്യകാരണ ബന്ധം മനസ്സിലാകുന്നുണ്ട്, ഇസ്തിആസ മനസ്സിലാകുന്നുണ്ട്, പ്രാർത്ഥന മനസ്സിലാകുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുണ്ട്. ആർക്കാ കൂടുതൽ മനസ്സിലാകുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. വലിയ വലിയ ഉത്തരവാദിത്തത്തിൽ ഇരിക്കാത്ത ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും നിലക്ക് സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ചില സ്വാധീന വലയത്തിൽ അകപ്പെട്ട ആളുകൾക്ക് ഭൗതികോ അഭൗതികോ എപ്പോഴും മനസ്സിലാകണില്ല. അത് ഭൗതികോ ഭൗതികോ മനസ്സിലാകാത്തത് കൊണ്ടല്ല, ചില ഭൗതിക താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ചിന്തയുള്ള ആളുകൾ നേരത്തെ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നു, എന്നാൽ അവർക്ക് പുറത്തിത് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ശക്തമായ മുന്നോട്ട് പോക്കാണ് നമ്മുടെ കഴിഞ്ഞ 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുക. എറണാകുളം സമ്മേളനം, ചങ്ങരംകുളം സമ്മേളനം, 2 സാൽവേഷനുകൾ, അതുപോലെ തന്നെ ലൈറ്റ് എക്സിബിഷൻ, MSMന്റെയും ISMന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നടന്ന വേറെ പരിപാടികൾ, അതുപോലെ തന്നെ മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിൻ, അങ്ങനെ തുടങ്ങിയ അനവധി പരിപാടികൾ, ദഅ്വാ സ്ക്വാഡുകൾ. അങ്ങനെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ഇസ്ലാഹി കേരളം എന്നത് വിട്ട് റവന്യൂ കേരളം എന്ന രീതിയിൽ അതിന്റെ ചാർട്ട് എടുത്തുകൊണ്ട് എല്ലാ പുതിയ സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലുകയും പരിപാടികൾ വെക്കുകയും ഈ ഇസ്ലാമിനെ തനതായി പ്രചരിപ്പിക്കുകയും ചെയ്ത കാലഘട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വരുന്ന മനുഷ്യരെയും മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദഅ്വാ മുന്നേറ്റമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ 2 സാൽവേഷനും അതിന്റെ പ്രധാനപ്പെട്ട ദഅ്വാ സ്ക്വാഡുകളുമൊക്കെ അതിന് സാക്ഷിയായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു മുന്നോട്ട് പോക്കിൽ ഇതിന് ഒരക്ഷരം പറയാൻ കെൽപ്പില്ലാത്തവരായിരുന്നു, അല്ല ധൈര്യമില്ലാത്തവരായിരുന്നു പല ആളുകളും. എന്നാൽ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിരുന്ന പല ആരോപണങ്ങളും അവർ 1-ാം തീയതി തന്നെ ശിർക്കാരോപണം നടത്തിയതാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് വിലപ്പോയില്ല. അന്ധവിശ്വാസാരോപണം പറഞ്ഞവരാണ്, അത് വിലപ്പോയില്ല. അവസാനമതാ ഇതിന്റെ ഉള്ളിൽപ്പെട്ട ചില ആളുകൾ അവരുമായി ബന്ധപ്പെടുകയും അല്ലെങ്കിൽ അവരും ഇവരുമായി തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയും KKP അബ്ദുള്ളയെ പോലെയുള്ള ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അതേ ആശയം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും കുത്തിവെക്കാനുള്ള 2ാമത്തെ ശ്രമം, ഇരയിൽ നിന്ന് തന്നെ വേട്ടക്കാരെ കണ്ടെത്തുക എന്ന 2ാമത്തെ ശ്രമമാണ് യഥാർത്ഥത്തിൽ പിന്നീട് പയറ്റി നോക്കിയിട്ടുള്ളത്. അതാണ് പിന്നീട് നടന്നത്. അന്ധവിശ്വാസത്തിലേക്കൊരു പിൻവിളി എന്ന ഒരു പുസ്തകം ആ KKP അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ പുറത്തിറക്കുകയും അത് നമ്മുടെ ചില ആളുകൾ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു. മടവൂർ വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ പ്രകാശനമുണ്ടായത്. അഥവാ അവർ പറഞ്ഞിരുന്ന കാര്യം
നമ്മുടെ ഒരാളെ വാടകക്കെടുത്ത് ഇതിന്റെ ഉള്ളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്ന്, അതേപോലെ തന്നെ അവർ കട്ടുമുറിച്ചുണ്ടാക്കിയ ക്ലിപ്പുകൾ ഇവനിലൂടെ പണ്ഡിതന്മാർക്ക് 19 പണ്ഡിതന്മാരുടെ വീട്ടിൽ പോയി, ഓഫീസിൽ പോയി, സ്ഥാപനത്തിൽ പോയി അവരെ പഠിപ്പിക്കുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച്, അവരുടെ തെറ്റിദ്ധരിപ്പിച്ചവരുണ്ട്. നേരത്തെ ഈ ചിന്തയുള്ള ആളുകൾക്ക് ഇതുകൂടി കണ്ടപ്പോൾ പുറത്തു പറയാനുള്ളൊരു ആവേശമുണ്ടായി എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെയുള്ള ഒരു കൂട്ടുമുന്നണിയായി വന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അന്ന് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന വലിയൊരു എഴുത്തുകാരനായി അൽമനാറിലും വിചിന്തനത്തിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അബ്ദുറഹ്മാൻ എലിവേറ്റി, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താണ്? ആ ലേഖനം എഴുതുമ്പോഴും ആ പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം സംഘടനാ പുസ്തകം എഴുതുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് KM മൗലവി പ്രചരിപ്പിച്ച ആശയമല്ല, അമാനി മൗലവി പ്രചരിപ്പിച്ച ആശയമല്ല, ഉസ്മാൻ ഡോക്ടർ പറഞ്ഞ ആശയമല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ മടവൂരികൾ പറഞ്ഞ, അല്ലെങ്കിൽ സലാം സുല്ലമി വാദിക്കുന്ന, അതിലും കടന്നുപോയിട്ടുള്ള വാദങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് അന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അതാ അദ്ദേഹം സുന്നികളുടെ വാരികയിലും ഇപ്പോൾ ഈ ഇറങ്ങിയ ശബാബിലും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ വാചകം നോക്കൂ നിങ്ങൾ. സിഹറും സംഘടനയും എന്നൊരു ഹെഡിങ്ങിൽ അദ്ദേഹം പറയുകയാണ്, സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ഈ സംഘടനയുടെ പണ്ഡിത സംഘടന KJU 2011 ഇറക്കിയ ഒരു പുസ്തകത്തിൽ പറയുന്നു. അതിന് പ്രാമാണികമായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടില്ല. മാത്രമല്ല, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന സംഘടനയുടെ പഴയ നിലപാട് ആവർത്തിക്കുന്നു എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കാര്യം വ്യക്തമാക്കുന്നു, സംഘടനയ്ക്ക് 2011 മുമ്പ് സിഹർ യാഥാർത്ഥ്യമാണ് എന്നൊരു നിലപാടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയണത് നിലപാടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ സംഘടനയുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും അനുഭാവികളും അനുയായികളുമൊക്കെ കാര്യമായി അവലംബിക്കുന്ന ഗ്രന്ഥമാണ് അമാനി മൗലവിയുടെ തഫ്സീർ. ആ തഫ്സീർ 2011 ശേഷം ഇറങ്ങിയതല്ല. ആ തഫ്സീറിന്റെ 4-ാം വാള്യത്തിൽ പറഞ്ഞ വാചകം എന്താ? സിഹറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല, കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ അഭിപ്രായം ഖുർആനിനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. 4-ാം വാള്യത്തിലെ 3638 പേജിൽ അമാനി മൗലവി എഴുതിയതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ വാദമൊക്കെ ഉള്ളവർ മുഅ്തസില വിഭാഗമാണ്, ഇത് ഖുർആനിനും നബിവചനങ്ങൾക്കും എതിരായ വിശ്വാസമാണ് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമാനി മൗലവിയുടെ തഫ്സീറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയണത് ഇത് സംഘടനയ്ക്ക് 2011 മുമ്പ് സിഹർ യാഥാർത്ഥ്യമാണെന്നൊരു നിലപാടില്ല. അപ്പൊ എന്താ അർത്ഥം? അദ്ദേഹത്തിന് ആ നിലപാടുണ്ടായിരുന്നില്ല, സംഘടനയ്ക്ക് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ ഉള്ള ചില നിഷേധ സ്വഭാവമുള്ളവർക്കുണ്ടായിരുന്നില്ല. 2 ലക്കങ്ങളിലായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിന്ത ശബാബ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ലക്കത്തിലും ഇപ്പൊ നിലവിലുള്ള ലക്കത്തിലുമുണ്ട്. നിലവിലുള്ള ലക്കത്തിൽ ഹെഡിങ് കൊടുത്തത് എന്താ? എന്നെ ഹദീസ് നിഷേധിയാക്കി എന്നാണ്. ഈ പറഞ്ഞ ഹദീസ് നിഷേധങ്ങളൊക്കെ ഈ ലേഖനത്തിലും കുത്തി നിറച്ച് എഴുതിയിട്ട് പറയണത് ഹദീസ് നിഷേധിയാക്കി. ഒരു തമാശ പറഞ്ഞു ഒരാള്, മദ്യപാനത്തിന്റെ കെടുതി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ അത് സ്ഥിരമായി ഉപയോഗിച്ചാൽ അതിന് അഡിക്റ്റ് ആവും, പിന്നെ മാറാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ മദ്യം കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, ഹാൻഡ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ തമാശയായിട്ട് പറഞ്ഞു, അത്രേ, അത് വെറുതെ പറയാണ്, അത് വെറുതെ പറയാണ്, ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അതിന് അഡിക്റ്റ് ആവൂല. അതിന് തെളിവെന്താ അറിയോ? ഞാൻ തന്നെയാണ്. കാരണം ഞാൻ 25 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ മദ്യപിക്കുന്നുണ്ട്, ഇതുവരെ ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല, ഇതുവരെ ഞാൻ അതിന് അഡിക്റ്റ് ആയിട്ടില്ല. അപ്പൊ എന്താണ് ഈ അഡിക്ഷൻ എന്ന് തന്നെ അവൻ എന്ത് ചെയ്തിട്ടില്ല, ബോധം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഹദീസുകളെ ഒക്കെ നിഷേധിക്കുകയും ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്നും മുമ്പും ഇപ്പോഴും സമർത്ഥിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് ലേഖനത്തിന് ഹെഡിങ് കൊടുക്കുകയാണ് എന്നെ ഹദീസ് നിഷേധിയാക്കി. എന്താണ് ഹദീസ് നിഷേധം എന്നു തന്നെ തിരിച്ചറിയാത്ത ആളുകൾ, ഇത്തരം ആളുകളാണ് സുഹൃത്തുക്കളെ
ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അവരുടെ ലേഖനം അനവധി ആളുകൾ വായിച്ചിട്ടുണ്ട്, അവരുടെ പുസ്തകങ്ങൾ ആളുകൾ അതിൽ വായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മുസ്ലിം കേരളത്തിലെ അല്ലെങ്കിൽ മുജാഹിദ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ അത്തരം ചിന്തകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടാകാം. അത് തിരുത്തി എന്നതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അത് സഹിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ മടപൂരികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ പിളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലേ, KNM-നെ സ്റ്റേറ്റ് മുതൽ ശാഖ വരെ പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ISM-നെ സ്റ്റേറ്റ് മുതൽ ശാഖ വരെ പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. MSM-നെ പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. MGM-നെ പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളി മെമ്പറുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഓരോ സ്ഥലത്തും സുഖമായി ശാന്തമായി ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും കയറി ചെന്നുകൊണ്ട് അവിടെ കലാപങ്ങൾക്ക് വിട്ടുപാകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, എന്തിനാണ് ഈ കലാപം എന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ല. അവ്യക്തമായ കാരണങ്ങളാണ് പറയുന്നത്. അതാണ് സുഹൃത്തുക്കളെ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ശരിയായ സലഫി മാർഗത്തിലേക്ക് ഈ സലഫി സമൂഹം തിരിഞ്ഞു നടന്നു എന്നത് സഹിക്കാൻ കഴിയാത്തവരാണ്. അപ്പോൾ മൻഹജു സലഫ് നാവുകൊണ്ട് പറയുകയും പുസ്തകങ്ങളിൽ എഴുതുകയും ആ പുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്യുന്നതിൽ മാത്രം ഒതുക്കി വെക്കുകയും, എന്നാൽ ആ പുസ്തകത്തിലുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ, ആ പുസ്തകത്തിലുള്ളത് ആരെങ്കിലും സ്വീകരിച്ചാൽ, ആ പുസ്തകത്തിലുള്ളത് ആരെങ്കിലും ഒരു ഉപദേശമായി കൊടുത്താൽ അവൻ അന്ധവിശ്വാസിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വിധി വൈപരീത്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുസ്തകം ഇറക്കുന്നവർക്ക് പ്രശ്നമില്ല, അത് എഴുതുന്നവർക്ക് പ്രശ്നമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, അത് വിൽക്കുന്നവർക്ക് പ്രശ്നമില്ല, അതിന്റെ കാശ് ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നമില്ല. എന്നാൽ ആ പുസ്തകത്തിലുള്ള കാര്യത്തെ സംബന്ധിച്ച് ആരെങ്കിലും ഉൾക്കൊണ്ട് അമല് ചെയ്താൽ, അതാരോടെങ്കിലും പറഞ്ഞാൽ, ഒരു ഖുതുബയിൽ പറഞ്ഞാൽ അവന് സർക്കുലർ വരികയായി, അവന് നോട്ടീസ് വരികയായി, അവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഈ രീതിയാണ് ഇന്നിവിടെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നാം പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ഒരു വസ്തുതയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ വസ്തുത മറച്ചുവെക്കാൻ, അഥവാ ശരിയായ സലഫി മാർഗം ഞങ്ങൾ കൈവിട്ടിരിക്കുന്നു. പല ഹദീസുകളോടും ഞങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോക്ക് എന്ന് തീരുമാനിച്ച് വെച്ചവർക്ക് അത് പുറത്തു പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് യാ ഇബാദല്ലയും അതുപോലെ തന്നെ ജിന്നിനോടുള്ള സഹായതേട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സമൂഹത്തിലേക്ക് എടുത്തിട്ടിരിക്കുന്നത്. അത് എടുത്തിട്ടതാണ്, ആർക്കും തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് കൊണ്ടുവന്നതാണ്, അത് വന്നതല്ല, കൊണ്ടുവന്നതാണ്. കാരണം എന്താ, കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കൃത്രിമത്വങ്ങൾ നടന്നിട്ടുണ്ട്. ആ കൃത്രിമത്വങ്ങൾ പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിന് നിങ്ങൾ ചെയ്തു എന്ന് സമൂഹം ചോദിക്കുന്നൊരു ദിവസമുണ്ട്. മുജാഹിദുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ മുജാഹിദുകൾ ചോദിച്ചു തുടങ്ങിയത് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ. മുജാഹിദുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൗഹീദിനെയാണ്. ആ തൗഹീദിന്റെ നെഞ്ചത്തൊരു കുത്തുകൊടുക്കുകയും അതിന്റെ ബ്ലഡ് കാണിച്ച് ഇതിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള അവസാനത്തെ പരിശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത്. അതും മുജാഹിദ് കേരളം പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ പിടികൂടി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ തൗഹീദിന്റെ നിർവചനത്തിൽ പോലും അട്ടിമറി നടത്തിക്കൊണ്ടാണ് ഈ ഒരു വിവാദത്തിന് ഇവർ തിരികൊളുത്തിയിട്ടുള്ളത്. ഇന്ന് അതും കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് തേടാം എന്ന് പറഞ്ഞവർ ആരാണിവിടെ ചോദിച്ചിട്ട് ഇതുവരെ മറുപടിയില്ല. ആ വാദം പറഞ്ഞവർ തിരുത്തുകയല്ലാതെ തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയല്ലാതെ ഇന്നയാളത് എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ, ഇന്നയാളത് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ, അതിന്റെ ക്ലിപ്പ് കൊണ്ടുവരാൻ, അതിന്റെ ലേഖനം കൊണ്ടുവരാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടും അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ പറയാറുള്ളത് എന്താണെന്നറിയോ? പുഴയിൽ വീണാൽ വിളിച്ച ശിർക്കല്ല എന്ന് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, 99.25% ജിന്നുമായി ബന്ധപ്പെട്ട വിളികളും അതുപോലുള്ള സംഗതികളും ശിർക്കാണെന്നത് ആർക്കാണ് സംശയമില്ലാത്തത്? എന്നാൽ ആ ദുർബലമായ ഹദീസിനെ
കൈകാര്യം ചെയ്ത വിഷയത്തിൽ സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച അതേ രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ രീതി സ്വീകരിക്കുമ്പോൾ അവിടെ വരുന്ന സംഗതികളിൽ ശിർക്കായതും ശിർക്കിലേക്ക് തെളിക്കുന്നതായതുമുണ്ട്, അതുകൊണ്ട് ഹറാമായ കാര്യങ്ങളുമുണ്ട് എന്നേ ഈ വിഷയത്തിലൊക്കെ നമ്മൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളൂ. തേടാമെന്നെവിടെയും പറഞ്ഞിട്ടില്ല. കണ്ടോ, ശിർക്കല്ല എന്ന് പറഞ്ഞു അപ്പൊ തേടാനായില്ലേ? ഇങ്ങനെയാണ് വാദം. ശിർക്കല്ല എന്ന് പറഞ്ഞു അപ്പൊ തേടാനായില്ലേ? ഈ രീതി ആരത് പറഞ്ഞു? ഇതുവരെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ശിർക്കായതുമുണ്ട്, അതാണ് മഹാഭൂരിപക്ഷവും, അതാണ് 99.4%. എന്നാൽ ശിർക്കിലേക്ക് നയിക്കുന്നതും ഉണ്ട്, അതുകൊണ്ടത് ഹറാമാണ്. ഒരു നിലക്കും ജിന്നിനോടോ മലക്കിനോടോ ഒരു നിലക്കുള്ള സഹായതട്ടവും പാടില്ല. അതുകൊണ്ടത് ഹറാമ് തന്നെ. ശിർക്കായതുണ്ട്, ഹറാമായതുണ്ട്. ഇതേ ഈ ചർച്ചകളിൽ നിന്നൊക്കെ കിട്ടുള്ളൂ. മീൻപിടുത്തക്കാരനും ആ മീൻപിടുത്തത്തിന്റെയും അതുപോലെ തന്നെ ഏതോ കടലിൽ മുക്കുവന്മാർ പോകുമ്പോൾ ഏതോ അമുസ്ലിമീങ്ങളായ ആളുകൾ വിളിച്ചു പറഞ്ഞ ചില വാചകങ്ങളെയും മിക്സ് ചെയ്തിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്കും അവസാനം പറയാൻ എന്തേ കഴിയുള്ളൂ? ശിർക്കാകുന്നതുമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട് എന്നേ അതിന്റെ അവസാനത്തിൽ എത്താൻ കഴിയുള്ളൂ. ഇതൊരൊറ്റപ്പെട്ട വാദമാണോ? അല്ല. ഇഹ്യാത്തുർ റാസുൽ ഇസ്ലാമി എന്ന് പറയുന്ന കുവൈത്തിൽ അറിയപ്പെടുന്ന സംഘടന, നമ്മുടെ സംഘടനാ നേതൃത്വത്തിന് അറിയിച്ചു കൊടുത്ത ഫത്വ ഇന്ന് എല്ലാവരുടെ കയ്യിലുമുണ്ട് അതിന്റെ പരിഭാഷ. ഇല്ലെങ്കിൽ എല്ലാവരും അത് കൈവശപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പരിഭാഷ ഇന്ന് നമ്മുടെ ഇവിടെ പുറത്തിറക്കുന്ന ഈ ദർശനം എന്ന് പറയുന്ന ഫത്വ ഈ പങ്ക്തിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഫത്വയുടെ പൂർണ്ണരൂപം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറയുന്ന ഒരു ഭാഗം മാത്രം ഞാൻ വായിച്ചു കേൾപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായം ജിന്നുകളോടുള്ള സഹായതട്ടം പല രൂപത്തിലുണ്ട് എന്നതത്രേ. അതിൽ ശിർക്കും ശിർക്കിലേക്കുള്ള വഴിയായി തീരുന്നതുമുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ ശിർക്കിലേക്ക് എത്തിച്ചേരാനുള്ള വാതിലടക്കുക എന്ന അർത്ഥത്തിൽ ഹറാമാണ്. ഈ അഭിപ്രായത്തിൽ ലോക പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. അവർക്കിടയിൽ യാതൊരു ഭിന്നതയും ഇതിലില്ല. അത് അനുവദനീയമല്ല എന്ന വിഷയത്തിലും എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കളിലും പ്രബോധകന്മാരിലും പരസ്പര ഭിന്നിപ്പിലും ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമാകുമെന്നതിനാൽ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. ഭിന്നിപ്പ് ഏറ്റവും ദുഷിച്ച കാര്യമാണ്. എത്ര വ്യക്തമാണ് വിഷയം. ഇവരും പറഞ്ഞു അത്. ഇതിൽ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണെന്നാണ് പറയുന്നത്. എന്തു മനസ്സിലായി? ഇവിടെ ഈ കാര്യം പറഞ്ഞവർ ഒറ്റപ്പെട്ടവരല്ല. ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ഇവരോടൊപ്പമാണ്. ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ അഭിപ്രായ പ്രകടനം നടത്തിയ ആളുകൾക്ക് ലജ്നാ ദായിമയെ പോലെ, കിബാറുൽ ഉലമയെ പോലെ, അതേപോലെ തന്നെ ഇഹ്യാത്തുർ റാസുൽ ഇസ്ലാമിയെ പോലെയുള്ള ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരെ ഒക്കെ ഈ അഭിപ്രായത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പൊട്ടത്തര എത്രയുണ്ട്, വിഡ്ഢിത്തം എത്രയുണ്ട്? അത്ര കഴിവുള്ളവരാണോ? സാധാരണക്കാരന്റെ മുമ്പിൽ വെച്ച് പലതും പറയാം. എന്നാൽ ഇതിന് മറുപടി കൊടുക്കേണ്ട എന്താ? യഥാർത്ഥത്തിൽ ഈ കത്തിന് കൊടുക്കേണ്ട മറുപടി എന്താ? നിങ്ങളെ കത്ത് കിട്ടി, നിങ്ങൾ പറഞ്ഞത് ഖുർആനിനും ഹദീസിനും എതിരാണെന്നാണ് പറയേണ്ടത്. ഞങ്ങളെ ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ചർച്ചയുമില്ല. അതുകൊണ്ട് ഇത്തരം കത്തുകൾ ഇനി ഇങ്ങോട്ട് അയക്കരുത്, പ്രമാണബദ്ധമല്ലാത്ത കത്ത് അയക്കാൻ പാടില്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. കൊടുത്തതെന്താ? സമ്മേളനം കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം അറിയിക്കാം. ശിർക്കും ശിർക്കിലേക്ക് എത്തിക്കുന്നതുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വഷളാക്കുകയാണ്, പരിഹസിക്കുകയാണ്. പരിഹസിക്കുന്നവരെ, ആ പരിഹാസം നിങ്ങൾ ആത്മാർത്ഥമായാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പറയേണ്ട മറുപടി എന്താ? ഇതിന് പറയേണ്ട മറുപടി ഇതാ, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒരു ചർച്ചയുമില്ല എന്നാ പറയേണ്ടത്. മിമ്പറിൽ നിന്ന് ഖതീബിനെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോ ഇതാണ് പ്രശ്നമായി പറയുന്നത്. പക്ഷേ കുവൈത്ത് സംഘടനയോട് പറഞ്ഞതോ ഞങ്ങൾ ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ്. ഈ ചർച്ച ചെയ്ത് അറിയിക്കേണ്ടുന്ന വിഷയത്തിലാണോ പള്ളിയിൽ കലാപമുണ്ടാക്കുന്നത്? അതിന്റെ വിഷയത്തിലാണോ മദ്രസയിൽ പിരിച്ചുവിടൽ ഉണ്ടാക്കുന്നത്? അതിന്റെ വിഷയത്തിലാണോ പാരലൽ സംഘടന ഉണ്ടാക്കുന്നത്? അതിന്റെ വിഷയത്തിലാണോ അഡ്ഹോക് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്? അതിനുവേണ്ടിയാണോ 10,000-കണക്കിന് ISM-ന്റെയും MSM-ന്റെയും പ്രവർത്തകന്മാരെ നിഷ്ക്രിയരാക്കി വച്ചിരിക്കുന്നത്? ചോദിക്കേണ്ടതുണ്ട് നമ്മൾ. സഹോദരങ്ങളെ, ഇല്ലാത്ത ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് കേരളത്തിലുള്ള മുവഹ്ഹിദുകളെ രണ്ടായി തിരിക്കുന്ന ഈ പ്രവണതയെ
പിടിച്ചു കെട്ടാൻ മുജാഹിദ് കേരളം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അനവധി തെളിവുകൾ കേരളത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്നത്. അള്ളാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുഖാമുഖം ആരംഭിക്കാറായി. നമസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി പിരിയാനിരിക്കുകയാണ്.